ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ. വിദ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ. ഫോൺ 9562705777 995961904. ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചിത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം റാഗിംഗ് കേസിൽ ഉൾപ്പെട്ട വണ്ടൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെ ലഹരിക്കടിമയാക്കിയത് SFI എന്ന സംഘടന അവനെ വളർത്തിയതിനാലാണെന്നും ഒരു MSFകാരനും ആ വഴിക്ക് പോകില്ലെന്നും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് വണ്ടൂരിൽ MSF സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും തരത്തിലുള്ള വലിയ അക്കാഡമിക് നിലവാരത്തിൽ ഒരു വിദ്യാർത്ഥി വളർന്നു വന്നതിന്റെ പേരിലല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ മീഡിയയിൽ വണ്ടൂർ ചർച്ചയാണ്, നിങ്ങളുടെ കൊച്ചു ഗ്രാമം ചർച്ചയാണ്, കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഗ്രാമം ചർച്ചയാണ്, കേരളത്തിന്റെ പോലീസ് റെക്കോർഡിൽ നിങ്ങളുടെ ഗ്രാമത്തിന്റെ പേരെഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. എന്തിനേറെ കോട്ടയം ജില്ലാ ജയിലിനകത്ത് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിന്, നിങ്ങളുടെ പ്രദേശത്തിന്റെ പേരെഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് എന്ന ചോദ്യം നിങ്ങളിൽ ഉണ്ടാകണം. എന്തിനാണ് ഈ കൊച്ചു ഗ്രാമത്തിന്റെ പേര് കോട്ടയത്തെ ജില്ലാ ജയിലിന്റെ രജിസ്റ്ററിൽ ഈ പേരെഴുതി വെക്കപ്പെടാൻ എന്താണ് കാരണം? ഞാൻ ആ രക്ഷിതാവിന്റെ, ആ കുട്ടിയുടെ രക്ഷിതാക്കളെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, ആ വിദ്യാർത്ഥിയെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഒരു വിദ്യാർത്ഥി വളർന്നു വരുമ്പോ അവർ നൽകേണ്ട ചില ശിക്ഷണങ്ങളുണ്ട്. അത് നൽകിയോ ഇല്ലയോ രക്ഷിതാക്കളെ പരിശോധിക്കുക. ഞാൻ ആ പിതാവിനോടും മാതാവിനോടും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥിയെ വളർത്തിയ വഴികളെ നിങ്ങൾ പരിശോധിക്കുക. അവൻ എവിടെ നിന്നാണ് മദ്യം നുകരാൻ പഠിച്ചത്? നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ മകനോട് ചോദിക്കണം. എവിടുന്ന് അവൻ മദ്യം നുകർന്നു? എവിടുന്ന് അവൻ കഞ്ചാവ് ഉപയോഗിക്കാൻ പഠിച്ചു? എവിടുന്ന് ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പഠിച്ചു? എങ്ങനെയാണ് മനുഷ്യനായി പിറന്ന തന്റെ സഹപ്രവർത്തകന്റെ നെഞ്ചകത്തിൽ അവിടെ കയറിയിരുന്ന് അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പലുകൾ കയറ്റിവെച്ച് അവന്റെ ശരീരത്തിലേക്ക് കോമ്പസ് എടുത്ത് അവന്റെ പൊക്കൽക്കൊടി സെന്ററാക്കി വെച്ച് ഒരു വൃത്തം വരയ്ക്കാൻ എങ്ങനെയാണ് മനസ്സ് പാകപ്പെട്ടു പോയത്? നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ ഇവിടുത്തെ രക്ഷിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ നിന്നൊരു സാധാരണ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അങ്ങനെ ക്രൂര മനസ്സുള്ളവനായി മാറിപ്പോയത്? നിങ്ങൾ ആലോചിക്കണ്ടേ? നോക്കൂ, ആ ദൃശ്യങ്ങൾ നമ്മുടെ ഏറെ വേദനിപ്പിച്ചു. എങ്ങനെയാ ദൃശ്യം? ഒരു ചെറുപ്പക്കാരൻ അവന്റെ ബെട്ടിൽ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു, അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പുകൾ കയറ്റി വെച്ചിരിക്കുന്നു, ജിമ്മിൽ ഉപയോഗിക്കുന്ന ഡബിൾസ് കയറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ടോ അവന്റെ പൊക്കൽ കൊടി വെച്ച് ഒരു വൃത്തം വരയ്ക്കുന്നു, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നു. എന്തൊരു ക്രൂര വിനോദമാണിത്! ഏത് മാതാവിനാണ് അത് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയുക? ഏത് പിതാവിനാണ് അത് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയുക? അവസാനം മണിയാശാനെ പോലെ 1 2 3 എന്ന് പറഞ്ഞ് കോമ്പസ് കൊണ്ട് ഒരു പച്ച മനുഷ്യന്റെ ദേഹത്ത് കുത്തിയിറക്കപ്പെടുമ്പോ അവൻ ചിരിക്കുന്നത് കൊലച്ചിരിയായിരുന്നു. വണ്ടൂരുകാരൻ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വണ്ടൂരിലെ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരുത്തന്റെ ശരീരത്തിലേക്ക് കൈകാലുകൾ കെട്ടിവെച്ച് അവന്റെ ശരീരത്തിൽ കോമ്പസ് എടുത്ത് ആഞ്ഞു കുത്തുമ്പോ ചിരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരൻ എങ്ങനെ രൂപപ്പെട്ടു? ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അങ്ങനെ രൂപപ്പെട്ടു വന്നത്? പരിശോധിക്കപ്പെടണ്ടേ? എന്നിട്ടോ ആ മുറിവിലേക്ക്, ബാത്റൂമിലേക്ക് ലിക്വിഡ് ഒഴിച്ച് ആ വേദനയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ കിടന്ന് പിടയുമ്പോ ആർത്തു വിളിക്കുന്ന, അട്ടഹസിക്കുന്ന, പുഞ്ചിരിക്കുന്ന വണ്ടൂരിൽ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഉണ്ടായതാണ്? വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ പരിസരത്തുനിന്ന് ആരംഭിച്ച വിദ്യാർത്ഥി റാലി MSFന്റെ കരുത്തുകാട്ടുന്നതായി മാറി. മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി മണ്ഡലത്തിൽ 6000-ലധികം വിദ്യാർത്ഥികൾക്ക് അംഗത്വം നൽകി. നിംസ് ആശുപത്രി പരിസരത്തുനിന്ന് ആരംഭിച്ച റാലി വണ്ടൂർ പഴയ ടാക്സി സ്റ്റാൻഡിലാണ് സമാപിച്ചത്. റാലിയിൽ 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വണ്ടൂർ MSF പ്രസിഡന്റ് സിനാൻ മാളിയേക്കൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, നിയോജക മണ്ഡലം പ്രസിഡന്റ് P ഖാലിദ് മാസ്റ്റർ, നിയോജക മണ്ഡലം സെക്രട്ടറി PA മജീദ്, ബ്ലോക്ക് പ്രസിഡന്റ് BK അസ്കർ, NM നസീം, MT അലി നൌഷാദ്, OK അനീസ്, ഷൈജൽ എടപ്പറ്റ, ഇർഫാൻ, നിസാജ് എടപ്പറ്റ, AP നസീമ ബീഗം, PA ജവാദ്, കബീർ മുതുപറമ്പ്, ഷബീബ് റഹ്മാൻ, അഷ്ഹദ് മമ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. മദീന ബോർഡേഴ്സ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. 7510 616 130 8113 839 838.